ഇന്നത്തെ ഇന്ത്യയുടെ കളി കണ്ട് എല്ലാ ആരാധകർക്കും ദേഷ്യം പിടിച്ചു. ആരും തന്നെ ഫോമായില്ല. ജയ്സ്വാളും പടിക്കലും ഡെക്കിൽ പുറത്തായി. കോഹ്ലി 5 റൺസ് എടുത്ത് ഔട്ടായി മടങ്ങി. എല്ലാവരും പെട്ടെന്ന് ഫ്ലോപ്പായി. 150 റൺസിൽ ഇന്ത്യ ഓൾ ഔട്ടായി. ഇന്ന് രോഹിത് ശർമ്മ ഇല്ലാത്തത് കൊണ്ട് ജസ്പ്രീത് ബുംറയായിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ. ഇന്നിപ്പോൾ ഇന്ത്യ 150 റൺസിൽ ഓൾ ഔട്ട് ആയപ്പോൾ ബുംറ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ ആദ്യ ദിനം കഴിഞ്ഞ് ബുംറ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നത്തെ ആദ്യ ദിനം കഴിഞ്ഞ് ബുംറ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എൻ്റെ കടമ കൃത്യമായിട്ട് ഞാൻ നിർവഹിക്കുന്നുണ്ട്. ഞാൻ ഓസീസിൻ്റെ വിക്കറ്റുകൾ നേടി. എന്നാൽ ബാറ്റ്സ്മാൻമാർ മോശം കളിയാണ് കാഴ്ചവെക്കുന്നത്. അവരിൽ നിന്ന് ഞാൻ ഇതല്ല പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ചും കൂടി റൺസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് ഈ ടെസ്റ്റ് ജയിക്കാം. അതുകൊണ്ട് നല്ല ടാർഗറ്റ് ആവശ്യമാണ്. ഇന്ത്യൻ ടീം 150 റൺസിൽ ഓൾ ഔട്ട് ആകുമെന്ന് ഞാൻ കരുതിയില്ല. ജയ്സ്വാള് ഡെക്കിലാണ് പുറത്തായത്. അതുപോലെ ദേവദത്ത് പടിക്കലും. ഒരുപാട് യുവതാരങ്ങൾ ടീമിലേക്ക് വരണം, പ്രത്യേകിച്ച് സഞ്ജു, ശ്രേയസ് പോലുള്ള താരങ്ങൾ. അവർക്ക് ഇനി ഇന്ത്യൻ ടീമിനെ രക്ഷിക്കാൻ സാധിക്കൂ. ന്യൂസിലൻഡ് ടെസ്റ്റിലും ഇന്ത്യ ഇങ്ങനെ തന്നെയാണ് കളിച്ചത്. അതുകൊണ്ട് ടെസ്റ്റ് പരമ്പര ന്യൂസിലൻഡ് കൊണ്ടുപോയി. അതേ അവസ്ഥ ഇവിടെയും വരുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ബൗളിങ്ങിൽ പിടിമുറുക്കിയത്. അതുകൊണ്ട് ഇപ്പോൾ ഓസീസിന്റെ വിക്കറ്റ് നേടാൻ സാധിച്ചു. ഇതുപോലെ തന്നെ ഇന്ത്യ അടുത്ത ടെസ്റ്റിലും കളിച്ചാൽ ഉറപ്പായിട്ടും ഇന്ത്യ ടെസ്റ്റ് തോൽക്കുമെന്ന് ബുംറ വ്യക്തമാക്കി. ഇന്ത്യയുടെ ടെസ്റ്റ് ടീം നാശമായിരിക്കുകയാണ്. പഴയ ഫോം ഇന്ത്യക്ക് ഇപ്പോൾ ഇല്ല. എല്ലാവരും പെട്ടെന്ന് ഓൾ ഔട്ട് ആവുന്നു. ഇന്ത്യൻ ടീമിൽ സഞ്ജു പോലുള്ള യുവതാരങ്ങൾ വരണമെന്നാണ് ഗംഭീർ പറയുന്നത്. അതുപോലെ ജസ്പ്രീത് ബുംറയും. ഇന്ന് ആകെ കൂടി കളിച്ചത് നിതീഷ് റെഡ്ഡിയാണ്. അതുപോലെ ഋഷഭ് പന്തും. സീനിയർ താരങ്ങൾ എല്ലാവരും ഫ്ലോപ്പാണ്. ശരിക്കും സഞ്ജുവിനെ ഓപ്പണിംഗിൽ കളിപ്പിച്ചാൽ സഞ്ജു കത്തിക്കയറുമെന്നത് ഉറപ്പാണ്. സഞ്ജുവിനെ ഉടനെ തന്നെ ടെസ്റ്റിൽ അരങ്ങേറ്റം കിട്ടുമെന്നാണ് ഗംഭീർ പറയുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.